ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ മറ്റൊരു മനോഹരമായ സുന്ദരമായ ഒരു സന്തോഷകരമായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ വീട് പണി കഴിഞ്ഞോ എന്ന് കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട് പണിതാ ഈ മട്ടമായിട്ടുണ്ട്, അതായത് കഴിഞ്ഞു. ഒരുവിധപ്പെട്ട മെയിനായിട്ടുള്ള പണികളൊക്കെ കഴിഞ്ഞിരിക്കും. ഞാനിപ്പോൾ വീട്ടിൽ എവിടെയാണ് നിൽക്കണമെന്ന് അറിയുമോ? ഏറ്റവും മണ്ടയിലത്തെ ടെറസിൽ. യെസ്, അയ്യോ. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ടെൻഷൻ അങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു പരിപാടി, മെയിനായിട്ടുള്ള സ്ട്രക്ചർ പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇവിടെ ചോട്ടാ മോട്ടാ കാമുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അരേ ബായ് ഇതർ കൈവരി ഉദർ കൈവരി, എല്ലാ കൈവരി കാം ബാക്കി ഹേ. അപ്പോൾ ദാണ്ട ഇതാണ് നമ്മുടെ ഇത് മേളിലുള്ള ഒരു മുറി, ഇത് അതിൻ്റെ ടോയ്ലറ്റ്, പിന്നെ ഇതെന്തിനാന്തോ ഇത് ഒന്നുമില്ല. ഇത് അവിടുത്തെ മേളത്തെ ലിവിങ് ഏരിയ. ആൻഡ് ഈ കാണുന്നതാണ് മേളത്തെ എൻ്റെ സിറ്റ് ഔട്ട്. ഇതിൻ്റെ അടിയിറങ്ങി കാണിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പലകയും അതും ഇതും തട്ടും മുട്ടൊക്കെ കൊടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് കയറി വീഡിയോ എടുക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം നമ്മുടെ ടോപ്പ് ടെറസിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ കുറേയൊക്കെ കുട്ടിക്കുളമൊക്കെ നിർത്തിയിരിക്കണമെന്ന് വെച്ചാൽ ഈ ചവരെല്ലാം ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഏറ്റിനാണ്, നമ്മൾ ഈ സ്ലാബിൽ തള്ളിട്ടിട്ടില്ല, കറക്റ്റ് ഏറ്റിനാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ ഒരു ചെറിയ ഷെയ്ഡ് കൊടുത്ത് അപ്പോൾ ഒറ്റ ഷെയ്ഡായിട്ട് ഇങ്ങനെ വാർത്തെടുക്കാമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഈ വീഡിയോ കൊണ്ടുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ ഇനിയാണ് എനിക്ക് നിങ്ങളുടെ കുറേയൊക്കെ സജഷൻസ്, അഭിപ്രായങ്ങൾ കമൻസിലൂടെ എനിക്ക് വേണ്ടത്. കുറേ അധികം സംഭവങ്ങൾ എനിക്ക് ഇനി അറിയാനുണ്ട്. ഇൻറ്റീരിയർ വർക്ക്സിനെ പറ്റി, പിന്നെ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ നിങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തവർക്കൊക്കെ അറിയാമല്ലോ കുറേ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഞാൻ ഈ വ്ളോഗ് തുടങ്ങുന്നതിന് മുമ്പേ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിങ്ങളുടെയൊക്കെ കുറേ അഭിപ്രായങ്ങൾ, ഒപ്പീനിയൻ എല്ലാം വേണമെന്ന്. അത് ഇനിയുള്ള സംഭവങ്ങൾ, കാര്യം സ്ട്രക്ചർ എന്ന് പറയുന്ന സംഭവങ്ങൾ ഇതുപോലെ പെട്ടെന്ന് ഓടിയങ്ങ് പോകും. ഇനിയാണ് അങ്ങോട്ടുള്ള സംഭവങ്ങളിൽ ഏതൊക്കെ സാധനങ്ങൾ യൂസ് ചെയ്യാം, ഏതൊക്കെ യൂസ് ചെയ്തിട്ട് പണി കിട്ടിയിട്ടുണ്ട്, വാട്ടർ പ്രൂഫിങ്, അത് ഇത് മറ്റത് മറിച്ചത്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ അഭിപ്രായം തേവയാണ് നിമിഷമാണിത്. അപ്പം ഇവിടെ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് കൈവരി കെട്ട്, കൈവരിയുടെ മണ്ടയിൽ ചെറിയൊരു തള്ളു കൊടുത്തിട്ട് ഒരു സംഭവം ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ചെവരൊറ്റ അടിക്കും തന്നെ അതിരിക്കുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ബാക്കിയുള്ളതെല്ലാം ഇനി അങ്ങോട്ട് നടക്കും. പിന്നെ താഴേക്ക് ഇലക്ട്രിക്കൽ വർക്ക് കുറച്ച് തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പൂശൽ പരിപാടിയൊക്കെ ഉണ്ട്. അതിനി താഴെ പോകുമ്പോൾ കാണിച്ചു തരും. ഇതാണ് ഇതുവഴിയാണ്, ഇത്രയേ ഉള്ളൂ. ഇതാണ് താഴോട്ട് ഇറങ്ങാനുള്ള സ്റ്റെയർ. ഷെയ്ഡിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കോൺക്രീറ്റ് സ്റ്റെയർ എടുത്ത് അതിൻ്റെ താഴോട്ട് മറ്റേ ഇരുമ്പിൻ്റെ സ്റ്റീൽ വെൽഡ് ചെയ്ത സാധനം സ്റ്റെയർ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നമുക്ക് താഴെ പോയി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പൺ ടെറസ് ഏരിയ എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓപ്പൺ ടെറസായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഭാവിയിൽ നമുക്കിതിനെ കെട്ടി റൂമാക്കി എടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സംഭവമായിട്ടാണ് ഇപ്പോൾ തൽക്കാലം ഇട്ടിരിക്കുന്നത്. ആൻഡ് വീട് വെച്ചുകൊണ്ടിരിക്കുന്നവർക്കായിട്ട് ഞാൻ ഒരു ഉപദേശം തരാം, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. അതായത് കൂടുതലും മിഡിൽ ക്ലാസ് പീപ്പിൾസിനായിരിക്കും ഉപകാരപ്പെടുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഓൾമോസ്റ്റ് ഒരു എമൗണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടു വെച്ചിട്ടായിരിക്കും ഇറങ്ങുന്നത്. ഈ നമ്മളൊരു ചെറിയൊരു എമൗണ്ട് കണ്ടു വെച്ചിട്ട് വീട് വെക്കാൻ വേണ്ടി ഇറങ്ങി പകുതി ആകുമ്പോഴത്തേക്ക് പൈസ തീരുമ്പോഴത്തേക്ക് ആ പണി അവിടെ നിർത്തിയിട്ടിട്ട് പിന്നീട് പൈസ വരുമ്പോഴത്തേക്ക് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് പോകില്ല. അത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഭയങ്കര മണ്ടത്തരായി. കാരണം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒറ്റ ഫ്ലോയിൽ ചെയ്തങ്ങ് പോവുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് തീർന്നു പോകും. പിന്നീട് ഒരു പകുതി വരെ ചെയ്തിട്ട് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഭയങ്കര ചിലവാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിർത്തി വെച്ചിട്ട് പിന്നീട് റീസ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും കമ്പി സിമെൻറ്റിൻ്റെയൊക്കെ വിലയെന്ന് പറഞ്ഞാൽ അങ്ങ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 3000-4000 രൂപ അവിടെ പെട്ടെന്ന് മാറി. അത് ചെറിയൊരു എമൗണ്ട് ആയിരിക്കാം, എന്നാൽ പോലും. അപ്പോൾ അങ്ങനെയുള്ളത് കഴിവതും ആ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ചെയ്ത് അങ്ങ് തീർക്കാൻ നോക്കുക. വീടെന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അതൊരു 3-4 തലമുറയായിട്ട് ഇങ്ങനെ ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ചെയ്യേണ്ട ഒരു സംഭവമല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ആയിട്ടാണ് ഞാനൊരു പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തി തരാം. ഇതെന്ന് പറയുന്നത് ഇപ്പം ഇൻ കേസ് നിങ്ങൾക്ക് ഹോം ലോൺ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ എടുക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണിത്. ഈ ഹോം ലോൺ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് 100,000 ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുത്ത് ചെയ്യേണ്ട ഒരു സംഭവമല്ലേ. പക്ഷേ പേഴ്സണൽ ലോൺ എന്ന് പറയുമ്പോഴത്തേക്കും മിനിമം ഡോക്യുമെൻറ്റ്സിൽ എടുക്കാൻ പറ്റിയൊരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ പേഴ്സണൽ ലോൺ എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ട് തരുന്ന ലോണാണ്. അതിന് അധികം സെക്യൂരിറ്റീസോ കൊളാറ്ററൽസിൻ്റെ ആവശ്യം വരുന്നില്ല. ഇപ്പം സാലറീഡ് ആയിട്ടുള്ള സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എളുപ്പം കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങളായ ഇപ്പം വണ്ടി വാങ്ങാനോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ റിനോവേഷൻ പരിപാടിക്കോ അല്ലെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്കോ എന്തിനു വേണമെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം പൈസ ബസാർ എന്നാണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ പേര്. ഇവിടെ നിങ്ങൾക്ക് 30-ലധികം ബാങ്കുമായിട്ട് NBFCസുമായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ബെസ്റ്റ് പ്ലാൻ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നതായിരിക്കും. 5 വർഷം കാലയളവിൽ 40 ലക്ഷം രൂപ വരെ കിട്ടുമെന്നാണ് അവർ പറയപ്പെടുന്നത്. ആൻഡ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഡോക്യുമെൻറ്റ്സിൽ തന്നെ അവർ ചെയ്തു തരുമെന്നാണ് പറയുന്നത്. സോ ചെക്ക് ഔട്ട് ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദിസ് വീഡിയോ. സോ ഇതാണ് നമ്മുടെ വീടിൻ്റെ മേളത്തെ ബാൽക്കണി എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം നമുക്ക് ഊഞ്ഞാലാടാനും കുഞ്ഞു
ചെറിയ നർമ്മ നിമിഷങ്ങൾക്കൊക്കെ പങ്കുവയ്ക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. പിന്നെ ഇവിടുത്തെ പുറമേയുള്ള കാഴ്ച എന്ന് പറയുമ്പോഴത്തേക്ക് ദാണ്ട ഈ പറങ്ങേണ്ടി മരവും പിന്നെ ദാണ്ട ആ ഉണങ്ങിയ മാങ്ങാ മരമൊക്കെയാണ്. അതുകൊണ്ട് അത്യാവശ്യം ഒന്നല്ല, ആവശ്യത്തിന് വലിയ വ്യൂസ് ഒന്നും ഇല്ലാത്ത ഒരു ഏരിയയാണ് ഇത്. യൂട്യൂബിൽ വിടുമ്പോൾ ഈ വീഡിയോ ഒക്കെ നല്ല വ്യൂസ് കിട്ടിയാൽ മതിയായിരുന്നു. ബാ. അപ്പോൾ ഇതാണ് നമ്മൾ മേളിലോട്ട് കയറാനുള്ള സ്റ്റെയർ കേസ്. പിന്നെ അതുപോലെ വേണ്ട ഇലക്ട്രിക്കൽ വർക്കിന് വേണ്ടി സൈഡൊക്കെ പൊളിച്ചു വാരിയിട്ടിട്ടുണ്ട്. ഇത് പിന്നെ ഡിസൈനിന് വേണ്ടി എന്തോ പർഗോള അങ്ങനെ എന്തോ പറയും. ഇതാണ് നമ്മൾ ഇവിടുത്തെ ഡിസൈൻ. ഓ കൊള്ളാലോ. ആയിരിക്കും തോന്നി, ഞാൻ പറഞ്ഞു കൊടുത്താ. അപ്പോൾ ദാണ്ട ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമായ ഡൈനിങ് ഏരിയ. ഇവിടെ മൊത്തം ഇലക്ട്രിക്കലിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ദാണ്ട ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നതും. ഈ ഭാഗത്താണ് നമ്മുടെ TV യൂണിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ചുമ്മാ ജസ്റ്റ് ഒരു പാർട്ടീഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടപ്പ് സ്റ്റെപ്പ് പോലെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അപ്പുറം ചെറിയൊരു പാർട്ടീഷൻ പോലെ. പിന്നെ നമ്മുടെ ഓൾറെഡി ഞാൻ തുടക്കം കാണിച്ചായിരുന്നല്ലോ, അപ്പുറത്ത് 2 റൂം. പിന്നെ ഈ വരുന്നത് കിച്ചൺ ഏരിയ എന്ന് പറയുന്നത്. ഇനിയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ വിലയേറെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വേണ്ടത്. കാര്യം വീട് വെച്ചവർക്ക് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ ഇപ്പം ഈ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും, ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്നവർ, അങ്ങനെയുള്ളവരുടെ കമൻസാണ് ഞാൻ ഇതിൽ കൂടുതൽ സ്വീകരിക്കുന്നത്. വേറൊന്നുമല്ല, ഇതിനകത്ത് ഏത് മെറ്റീരിയൽസ് യൂസ് ചെയ്യണം എന്നുള്ളത്. കിച്ചനൊക്കെ കുറേ പേര് പറഞ്ഞു മറ്റേ മൾട്ടിവുഡ് ഉപയോഗിക്കണം, അത് ഉപയോഗിക്കണം, ഇത് ഉപയോഗിക്കണം, UPVC പുതിയ ഇതാണ് സംഭവം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം ഇതിൽ ഏതായിരിക്കും കുറച്ചുകൂടെ വില തുച്ഛം ഗുണം മെച്ചം എന്നുള്ള സംഭവം അങ്ങനെയുള്ളത്. അപ്പം ആ ഒരു മെറ്റീരിയൽ തന്നെ ആയിരിക്കണം ഈ പാർട്ടീഷനും ഈ TV യൂണിറ്റ് എല്ലാം കൂടെ ചെയ്യാം എന്ന ഒരു ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ അറിയുന്നവർ കൂടുതലും എനിക്ക് ഇതിലൊന്ന് കമൻറ്റ് ചെയ്ത് തരിക. പിന്നെ അങ്ങനെ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യും, നമുക്ക് നോക്കാം. പിന്നെ എന്തുവാ, ഇനി ഇതിൻ്റെ ഔട്ട്സൈഡ് പുറമേയുള്ള കംപ്ലീറ്റ് ലുക്ക് ഇപ്പം എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ ദാണ്ട ഈ കാണുന്നതാണ് നമ്മുടെ വീടിൻ്റെ മൊത്തത്തിലുള്ള ഒരു പുറമേ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത്. സിറ്റ് ഔട്ട്, മേളിൽ ബാൽക്കണി, പിന്നെ ഇതെല്ലാം ഒരു മേളിലൊക്കെ എന്ന് വെച്ചാൽ നമുക്കൊരു 1-2 സ്റ്റെപ്പായിട്ട് മറ്റേ കണ്ടംപററി സ്റ്റൈലാണ് ഉദ്ദേശിക്കുന്നത്. അതിന് പിന്നെ മേളിൽ കൈവരിയും കാര്യങ്ങളൊക്കെ കെട്ടിത്തരാൻ ബാക്കിയുണ്ട്. പിന്നെ ഇത് ബേ വിൻഡോ, ഇത് സാധാ വിൻഡോ. പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം സ്റ്റീൽ വിൻഡോസ് ഒക്കെയാണ് കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് കുറേ പേര് അത് പോരാന്ന് പറയുന്നുണ്ട്, കുറേ പേര് നല്ലത് പറയുന്നുണ്ട്. വാട്ട് എവർ ഇറ്റ് മേ ബി, നമ്മളെന്തായാലും ഉപയോഗിച്ച് പോയി. അപ്പം ഇതുവരെ നമുക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ല. ഇനി എപ്പോക്സിയും കാര്യങ്ങളൊക്കെ അടിച്ച് അതിനൊന്നും കുട്ടപ്പനാക്കി എടുക്കണം, ഇല്ലെങ്കിൽ ഉപ്പ് കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തൊലഞ്ഞ് പണ്ടാരടങ്ങും. സോ ചെക്ക് ഔട്ട് ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദിസ് വീഡിയോ. അപ്പോൾ ഗൈസ്, ഈ വീഡിയോയുടെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് പുതിയൊരു വിശേഷമാണ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്ക് എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ആൻഡ് ടാറ്റാ, ബൈ ബൈ, സീ യു.